Hey dears, welcome to Saya Designs. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഫാബ്രിക് കാൽക്കുലേഷൻ വീഡിയോ ആണ്. നമ്മൾ ഇതിനു മുന്നേ ഒരുപാട് വീഡിയോ അതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഡ്രസ്സിൻ്റെ ഫാബ്രിക് കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്ലീറ്റഡ് അനാർക്കലിയുടെ ആണ്. നോർമൽ അനാർക്കലി ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് പ്ലീറ്റഡ് അനാർക്കലി സ്കേർട്ടിൻ്റെ ഫാബ്രിക് കാൽക്കുലേഷൻ ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഹെഡിങ് ആദ്യം എഴുതി കൊടുക്കാം. പ്ലീറ്റഡ് അനാർക്കലി സ്കേർട്ട് കേട്ടോ. അതായത് നമ്മുടെ യോക്കിൻ്റെ താഴത്തെ പോർഷനിൽ നല്ല പ്ലീറ്റ് വന്നിട്ട് നല്ല വിരിഞ്ഞ് കിടക്കുന്ന ഡ്രസ്സാണ്. അപ്പോൾ അതിൻ്റെ ഇമേജും കൂടെ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ആ ഒരു ഡ്രസ്സാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം യോക്ക് പോർഷനും പിന്നെ സ്കേർട്ടിൻ്റെ പോർഷനും സെപ്പറേറ്റ് എടുത്തിട്ട് നമ്മളതിൻ്റെ മെഷർമെൻറ്റ് കണ്ടുപിടിച്ചിട്ടാണ് നമ്മളത് ആഡ് ചെയ്തിട്ട് ലാസ്റ്റ് ടോട്ടൽ ഫാബ്രിക് എത്ര വേണം എന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഫാബ്രിക് കാൽക്കുലേഷനാണ്. അതായത് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് യോക്കിൻ്റെ പോർഷനാണ്. യോക്ക് പ്ലസ് ഷോർട്ട് സ്ലീവ് എത്ര മീറ്റർ വേണം നമ്മൾ ആദ്യം നോക്കും. പിന്നെ അതേപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫുൾ സ്ലീവ് ആണെന്നുണ്ടെങ്കിലോ 3/4 ആണെന്നുണ്ടെങ്കിലോ അതിൻ്റെയും നമ്മൾ നോക്കും. അപ്പോൾ നിങ്ങൾ അതിൽ ഏതാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു എത്ര മീറ്റർ വേണമെന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഷോർട്ട് സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 മീറ്റർ തുണിയാണ് വേണ്ടി വരിക. യോക്കിൻ്റെ കൂടെ ഷോർട്ട് സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ 1 മീറ്റർ തുണിയാണ് നമുക്ക് വേണ്ടി വരുന്നത്. യോക്കിൻ്റെ കൂടെ ഫുൾ സ്ലീവോ അല്ലെങ്കിൽ 3/4 ആണെങ്കിലും 1.5 മീറ്റർ തുണിയാണ് നമുക്ക് വേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ യോക്കിൻ്റെ പോർഷനിൽ നിങ്ങൾ തുണി എടുക്കുന്ന സമയത്ത് ഇപ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ ആണെന്നുണ്ടെങ്കിൽ യോക്കിൻ്റെ പോർഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് സ്ലീവ് എങ്ങനെയുള്ളത് വേണമെന്ന് ആദ്യം ഒരു കാൽക്കുലേഷൻ ചെയ്യാം. എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള തുണിയാണ് എടുക്കേണ്ടത്. നമുക്ക് യോക്ക് പോർഷൻ എന്ന് പറയുമ്പോൾ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനതിൻ്റെ ഫിഗർ ഒന്ന് വരച്ച് കാണിച്ചു തരാം. നമ്മുടെ നെക്ക്, ഷോൾഡർ, ആം ഹോള് പിന്നെ വെയ്സ്റ്റ് വരെയുള്ള ആ ഒരു ചെസ്റ്റിൻ്റെ താഴെ വരെയുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മൾ സ്കേർട്ടായിട്ട് അറ്റാച്ച് ചെയ്യുന്ന, അപ്പോൾ ഇത്രയും പോർഷനാണ് നമ്മൾ യോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനാണ് നമ്മൾ 1 മീറ്റർ തുണി അല്ലെങ്കിൽ 1.5 മീറ്റർ തുണി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത്രയാണ് യോക്കിൻ്റെ പോർഷനിൽ നമുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഷോർട്ട് സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ 1 മീറ്റർ എടുക്കുക, ഫുൾ സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ 1.5 മീറ്റർ എടുക്കുക. സിമ്പിളാണല്ലേ. ഇനി അടുത്തത് സ്കേർട്ടിൻ്റെ പോർഷനാണ്. സ്കേർട്ടിൻ്റെ പോർഷനിൽ നമ്മളൊരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ഫാബ്രിക് എത്ര വേണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്ലീറ്റഡ് ആണെന്ന് പറഞ്ഞല്ലോ, പ്ലീറ്റ് എത്ര ഇടണം എന്നുള്ളതിൻ്റെ ഒരു കാൽക്കുലേഷൻ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വേണ്ടവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടത് ഇതിനകത്ത് ഈ ഇക്വേഷനിൽ വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയ്സ്റ്റ് വേണം, സീം എലവൻസും വേണം. അപ്പോൾ വെയ്സ്റ്റ് ഞാനിവിടെ ഒരു 32 എടുക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ വെയ്സ്റ്റ് റൗണ്ട് എത്രയാണെന്ന് നോക്കുക, അതിനനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ നമ്മൾ സീം നമ്മളൊരു 2 ഇഞ്ചാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് ഈ ഇക്വേഷനിൽ വേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് എഴുതി കൊടുക്കാം. സ്കേർട്ട് പോർഷനിൽ ഫാബ്രിക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് വെയ്സ്റ്റ് ഇൻറ്റു 3. അതിനൊരു ബ്രാക്കറ്റിൽ കൊടുക്കാം. നമ്മൾ ആദ്യം അത് ഇൻറ്റു ചെയ്തിട്ട് പിന്നെ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഈ സീം എലവൻസ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ സീമാണ്, ആ 2 ഇഞ്ച് ആ സീമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. വെയ്സ്റ്റ് ഇൻറ്റു 3 പ്ലസ് സീമാണ്. ഞാൻ സീം എഴുതുന്നതിന് പകരം അവിടെ സീമിൻ്റെ ആ ഒരു മെഷർമെൻറ്റാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വെയ്സ്റ്റ് ഇൻറ്റു 3 പ്ലസ് സീം അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിനി ഇക്വേഷനിലേക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കാം. വെയ്സ്റ്റ് 32 ആണ്, 32 ഇൻറ്റു 3 അതൊരു ബ്രാക്കറ്റിൽ കൊടുക്കാം അല്ലേ, പ്ലസ് 2. 32 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 96 ആണ്. 96 പ്ലസ് 2 വരും. അപ്പോൾ 96 പ്ലസ് 2 എത്രയാണ്? 98 ആണ്. അപ്പോൾ ഈ 98 എന്നുള്ളത് നമുക്ക് ഇഞ്ചിലാണ് കിട്ടുന്നത്. ഈ ഇഞ്ചിനെ നമുക്ക് ഗൂഗിൾ യൂസ് ചെയ്തിട്ട് തന്നെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതിൽ അടിച്ചു കൊടുത്താൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ 40 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. 1 മീറ്റർ എന്ന് പറയുമ്പോൾ 40 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 40 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് എത്ര മീറ്റർ വേണമെന്നുള്ളത് കിട്ടും. അപ്പോൾ നമുക്ക് 98നെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ 2.5 ആണ്. 2.5 മീറ്റർ എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് സ്കേർട്ടിൻ്റെ മാത്രമാണ് 2.5 മീറ്റർ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? യോക്കിൻ്റെ ഈ പോർഷനും സ്കേർട്ടിൻ്റെ പോർഷനും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഫുള്ളായിട്ടുള്ള ആ ഒരു ഡ്രസ്സിൻ്റെ എത്ര ഫാബ്രിക് വേണമെന്നുള്ളത് നമുക്ക് കിട്ടുക. അതാണ് ടോട്ടൽ. അപ്പോൾ 2.5 സ്കേർട്ടിൻ്റെ പ്ലസ് ഇപ്പോൾ ഞാൻ ഷോർട്ട് സ്ലീവ് ഇവിടെ ആഡ് ചെയ്യുവാണ് കേട്ടോ. ഷോർട്ട് സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 1 മീറ്റർ ഷോർട്ട് സ്ലീവ് വെച്ചിട്ടുള്ള യോക്ക്. അപ്പോൾ നമുക്ക് ടോട്ടൽ 3.5 മീറ്റർ ആണ് പ്ലീറ്റഡ് അനാർക്കലി ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടോട്ടൽ ആവശ്യമുള്ളത്. അപ്പോൾ നിങ്ങൾ അത്രയും തുണി മാത്രം എടുത്താൽ മതി, ഓവറായിട്ട് നമുക്ക് വേസ്റ്റ് വരത്തില്ല. അപ്പോൾ ഈ താഴത്തെ പ്ലീറ്റിൻ്റെ പോർഷൻ നമുക്കിതാ ഇതേപോലൊരു
പീസായിരിക്കുമല്ലോ, നമ്മൾ മെറ്റീരിയൽ വെട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ ഒരു പീസായിരിക്കും കിട്ടുന്നത്. സ്കേർട്ടിൻ്റെ പോർഷൻ എന്ന് പറയുന്നത് യോക്ക് എടുത്തിട്ട് ബാലൻസ് ഉള്ള ആ ഒരു സ്കേർട്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പ്ലീറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ പ്ലീറ്റ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളതിന് നമ്മൾ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും വേസ്റ്റ് വരാണ്ട് തന്നെ ആ ഒരു കംപ്ലീറ്റ് മെറ്റീരിയലിൽ എത്ര ഇഞ്ചിൽ പ്ലീറ്റ് എടുക്കണം, എത്ര പ്ലീറ്റ് കിട്ടും എന്നൊക്കെ നോക്കിയിട്ട് നമുക്കൊരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒട്ടും വേസ്റ്റ് തുണി വരാത്ത രീതിയിൽ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.